ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറണ്ട് അഫെയറിന്റെ അടുത്ത ക്ലാസ്സുമായിട്ട് ഞാനിതാ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ 10 കറണ്ട് അഫെയറുകൾ പഠിക്കാൻ പോവാണ് ഇന്ന്. അപ്പൊ എല്ലാവരും റെഡി ആയിരിക്കും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ലക്ഷ്യം വെച്ച് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നല്ല ഹാർഡ് വർക്ക് എടുക്കുക. 100% നമ്മളുടെ 100% നമ്മൾ കൊടുക്കുക. കാരണം അത്രയും നല്ലൊരു പോസ്റ്റ് ആണ്, അത്രയും സാലറിയും സൊസൈറ്റിയിൽ നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണെന്നൊക്കെ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും മത്സരം അതിനകത്ത് ഉണ്ടാവും. എല്ലാവരും നന്നായി തകൃതിയായി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നും നിങ്ങൾ നന്നായി പഠിക്കുന്നുണ്ടെന്ന്. ഇല്ല, നമ്മൾ മറ്റൊരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ നന്നായി പഠിക്കുന്ന ഒരാളെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ എത്രത്തോളം കുറവാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണോ അതെല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. നമ്മൾ ഫസ്റ്റ് കറണ്ട് അഫെയറിലേക്ക് കടക്കുകയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ കന്നഡ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച മലയാളി അറിയോ? KK ഗംഗാധരൻ. ആരാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ കന്നഡ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് KK ഗംഗാധരൻ. മലയാളത്തിലെ വിവിധ എഴുത്തുകാരുടെ കഥകൾ മലയാളം കഥേഖലു എന്ന പേരിൽ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് KK ഗംഗാധരന് ഈ പുരസ്കാരം ലഭിച്ചത് എന്നുകൂടി ഓർത്തുവെക്കാം. നെക്സ്റ്റ്, 2024 ഭാരതരത്ന മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ച മലയാളിയാണ് MS സ്വാമിനാഥൻ. ഇയർ ഓർത്തുവെക്കട്ടെ, 2024 ഭാരതരത്ന മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ച മലയാളി MS സ്വാമിനാഥൻ. തേർഡ് വൺ, ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? PN ഗോപികൃഷ്ണനാണ്. കൃഷ്ണൻ ഉണ്ടല്ലേ അതിനകത്ത്? ഓക്കെ, ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവാണ് PN ഗോപികൃഷ്ണൻ. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമാണ് കവിത മാംസഭോജിയാണ്. ക്ലിയർ? പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ്, ഫോർത്ത് വൺ, കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ. എന്താണ്? സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? കുമരകവും ബേപ്പൂരുമാണ്. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് കുമരകത്തെയും ബേപ്പൂരിനെയുമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഓർത്തു വെക്കാം. നെക്സ്റ്റ്, ഫിഫ്ത് വൺ, 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരം നേടിയതാരാണ്? ഡോക്ടർ PK രാധാമണി. ആരാണ്? ഡോക്ടർ PK രാധാമണി. അക്ഷരോം കി സായി എന്ന പുസ്തകം അക്ഷരങ്ങളുടെ നിഴലിൽ, എന്തിന്റെ പേരിലാണ്? അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയതിനാണ് ഡോക്ടർ PK രാധാമണിക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ അക്ഷരോം കി സായി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. അമൃതം പ്രീതത്തിന്റെയാണ് ഈ അക്ഷരോം കി സായി അല്ലെ? അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ഷരോം കി സായി അമൃതം പ്രീതമാണ്. അമൃതവും പ്രീതവുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു വെക്കണമെന്ന്. അപ്പൊ അവരുടെ ആ ബുക്ക് അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയത് ഡോക്ടർ PK രാധാമണിയാണ്. അതിനവർക്ക് 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരം നേടി എന്നുകൂടി ഓർത്തുവെക്കാം. സിക്സ്ത് വൺ, പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ ആരാണ്? പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ EP നാരായണൻ പെരുവണ്ണാനാണ്. ആരാണ്? EP നാരായണൻ പെരുവണ്ണാനാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ. സെവൻത് വൺ, കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഏതാണ്? വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹനായത് സന ഇർഷാദ് മട്ടു. ആരാണ്? സന ഇർഷാദ് മട്ടു. എന്തിനാണ്? കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹനായ ആളാണ് സന ഇർഷാദ് മട്ടു. എയ്ത്ത് വൺ, ഗുരുവായൂർ ദേവസ്വത്തിന്റെ
ജ്ഞാനപ്പാന പുരസ്കാര ജേതാവായ പ്രശസ്ത കവിയാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. ഗുരുവായൂരുമായി റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു കൃഷ്ണൻ വരുന്നുണ്ട് അല്ലെ എല്ലാത്തിലും. നേരത്തെ ഗോപികൃഷ്ണനെ കണ്ടില്ലേ? അപ്പൊ ഓക്കെ, ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവായ പ്രശസ്ത കവിയാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 9th one, മൊത്ത ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ലയാണ് എറണാകുളം. മൊത്ത ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ല ഏതാടോ? എറണാകുളം. നെക്സ്റ്റ് 10th one, ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ തെറ്റാതെ കിട്ടണം നമുക്ക് തൃശ്ശൂർ എന്ന്. എന്തിന്റെയാണ്? ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി ഏതാണ്? തൃശ്ശൂർ. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി വായിച്ചു നോക്കാം. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി തൃശ്ശൂർ. നെക്സ്റ്റ്, മൊത്ത ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ല എറണാകുളം. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവായ പ്രശസ്ത കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രഫി പ്രൈസിന് അർഹനായത് സന ഇർഷാദ് മട്ടു. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരനാണ് EP നാരായണൻ പെരുവണ്ണാൻ. 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ഡോക്ടർ KP രാധാമണി അക്ഷരോം കി സായി എന്ന പുസ്തകം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയതിന്. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് കുമരകം ബേപ്പൂർ. ക്ലിയർ ആയല്ലോ? ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണൻ. 2024 ഭാരതരത്ന മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളി MS സ്വാമിനാഥൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ കന്നഡ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച മലയാളി KK ഗംഗാധരൻ. മലയാളത്തിലെ വിവിധ എഴുത്തുകാരുടെ കഥകൾ മലയാളം കഥേകലു എന്ന പേരിൽ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു.